ഈ വീട്ടിൽ നടക്കുന്നൊക്കെ അമ്മ അറിയുന്നുണ്ടോ? ഓ ആശ പിന്നെ കുഴഞ്ഞ് വീണത് ഞാനും കണ്ടു. അതൊരു വശത്ത്. അറുവശത്ത് നമ്മുടെ ഉത്തമനും ശിവനും കൂടെ ഉണ്ടല്ലോ, പൈങ്കിളിയെ ഗർഭിണികളെ തീറ്റുന്ന പോലെ ഇട്ട് തീറ്റിക്കുന്നുണ്ട്. ഓഹോ, അതെ അന്യൊരാരും ഉണ്ടല്ലോ, അവളെ ഭർത്താവും അവളെ ആങ്ങളെയാ. അതിന് ഈ നുണറമ്മ എന്തിനാ നീ? നിനക്കെന്താ വേണം അതിന്? ചേടാ ഇപ്പൊ കുറ്റം എനിക്കയ്യോ. ലളിതേ, ഉത്തമൻ ചിലപ്പോൾ എൻ്റെ പാസ്ബുക്ക് ചോദിച്ചു വന്നേക്കും. ചത്താലും കൊടുക്കലേടി. അതെന്താ? എടി, ഒന്നാമത് അവൻ എന്നോട് ഇച്ചിരി കാശ് കടം ചോദിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പാസ്ബുക്ക് കൊണ്ട് കഴിഞ്ഞാൽ എൻ്റെ പെൻഷൻ എത്രയെന്ന് അവൻ അറിയില്ലേ? ഒരു എയർ മാർഷലിന് പെൻഷൻ ഇത്രയേ ഉള്ളൂ എന്ന് അവനെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കൊടിവീശലാണ് എൻ്റെ പണിയെന്ന് എനിക്ക് പറയേണ്ടി വരുമോടി? അത് ചിലപ്പോൾ പറയേണ്ടി വരും. കൊടുക്ക്. നിനക്ക് നാണവമാനം ഉണ്ടോ? ഉള്ളത് തുറന്ന് പറഞ്ഞ് മനുഷ്യനെ പോലെ ജീവിക്കാൻ നോക്ക്. നീ അമ്മയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി. ഞാൻ കുളിച്ചിട്ട് അമ്മേ കുളമാക്കല്ലേ, ഞാൻ ലോലിപോപ്പ് വാങ്ങിത്തരാം. കേട്ടോ? ഓക്കെ. നിങ്ങൾക്ക് എന്തിന്റെ പ്രശ്നമാ? എനിക്ക് അറിയാൻ വല്ലാണ്ട് ചോദിക്കാം. എനിക്കെന്തോന്ന് പ്രശ്നം? എന്റെ കൺട്രോൾ കളഞ്ഞ ഡയറ്റ് തെറ്റിക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങളെ പൈങ്കിളിക്ക് ലഡുവും ജിലേബിയും ഒക്കെ മേടിച്ച് തീറ്റിക്കുന്നത്? എങ്ങനെ മനസ്സ് തരുന്നു ഉത്തമണ്ണ? ഞാൻ തീറ്റിക്കണത്? ആ പിന്നെ ആര്? അടകണ്. അവന് പൈങ്കിളിയിലെടുത്ത് പ്രത്യേക സ്നേഹം തോന്നി, അപ്പൊ അവൻ വാങ്ങിച്ചു കൊടുക്കുന്നു, അവള് കഴിക്കുന്നു. ആണ് ഞാൻ തോന്നിയത്. ശിവ, നിന്നെ തന്നെ. ശിവ, ഇവിടെ വന്നേ, ഇവിടെ വന്നേ. എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം? അളിയൻ പറഞ്ഞത് തന്നെ. അതിന് അളിയനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല. അല്ല, ഈ പൈങ്കിളിക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് തടി വെപ്പിച്ച് ചേച്ചിയുടെ എത്ര എത്തിക്കും? നേരാണോ? ഓ, നിങ്ങളെപ്പോൾ ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എടി, നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ലേ. എന്ത് സ്നേഹം? ഇതാണോ സ്നേഹം? ഞാൻ കാര്യം പറയാം. പൈങ്കിളിക്ക് 10 കിലോ കൂടിയാ നീ 5 കിലോ കുറച്ചാ മതിയല്ലേ? കണക്ക് ശരിയല്ലേ? കണക്ക് 10-15 കിലോ കൂടിയാ 5 കിലോ കുറച്ചാ പോരെ? അപ്പൊ 10 ആയില്ലേ? നിങ്ങളോടൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞില്ലേ അവളെ പോലെ ആവേണ്ടല്ലേ സ്ലിം ആവുന്നേന്ന്. ഇനി മേലെ ആ പൈങ്കിളി എന്തെങ്കിലും കഴിക്കുന്ന ഞാൻ കണ്ട കേട്ടടാ. ശബ്ദം ഇല്ലാതാക്കാൻ പറ്റുന്ന വല്ല സാധനം ഉണ്ടാ? നോക്കാം. അമ്മേ, അമ്മേ, വയറ്. നീ എന്റെ കണ്ണിൽ എന്തോന്ന് വെച്ചിട്ടാച്ചേ? നീ മുളകെടുത്ത് എന്തോ ഇത് മോളെ? ഒരു ഗ്ലാസ് ജ്യൂസ് അടിച്ചു കുടിച്ചു. എന്റെ ദൈവമേ, നീ ചത്തോ കൂടി? ഞാനല്ലേ ഇവിടെ നിൽക്കുന്നു. ഇനിയിപ്പൊ എന്ത് ചെയ്യും മോളെ? നീ ആവശ്യത്തിന് വെള്ളം കുടിച്ചോ? വെള്ളം കുടിച്ചു, പക്ഷെ കുറയുന്നില്ല. തീ കത്തുന്നുണ്ട് വയറ്റില്. ഉടനെ എന്റെ കണ്ണിൽ കൂടെ വാരി തേച്ച് വെച്ചേക്കണം. എന്റെ കണ്ണും കൂടെ അറിയും ശരിയാക്കി കുത്തി തന്നല്ല. അയ്യോ, എന്റെ വയറ്റില് തീയേ. വെള്ളം കൊടുത്ത ആരെങ്കിലും വെള്ളം കൊടു. വെളിച്ചെണ്ണ ഇത് കുടിച്ചാ മാറും ചേച്ചി. ചേച്ചി ഇത് കുടി. എരുതിയിൽ എണ്ണ അടിക്കാൻ പോകുന്നു. എടാ, ഞാൻ ഈ കൊഴുപ്പ് എങ്ങനെങ്കിലും കളയാനാ ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. അളിയാ പിടികളിയാ, ഇത് കൊടുത്തില്ലേ ചേച്ചി അടിച്ച് പോകും കേട്ടാ. എന്റെ കണ്ണ് മുന്നോട്ട് കണ്ടുവിടാ. നീ കയറി പിടിയടാ അവിടെ. ഓടിയാ പിടി പിടി. അയ്യോ ചേട്ടാ, അങ്ങോട്ടല്ല, അത് ഇങ്ങോട്ട്. ചേച്ചി ഇത് കുടിച്ചില്ലേ ചത്തോ കേട്ടോ ചേച്ചി. ചത്താലും ഞാൻ കുടിക്കൂല, ചത്താലും കുടിക്കൂല. എനിക്ക് വേണ്ട. ഓ, എനിക്ക് എറിഞ്ഞിട്ട് വയ്യ. ആ ലഡു ജിലേബിയൊക്കെ എന്തേ? അത് അവിടെ എടുത്ത് തിന്ന്. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ? ഇവിടെ എന്ത് പറ്റി? ചേട്ടത്തി 2 ഗ്ലാസ് കാന്താരി ജ്യൂസ് അടിച്ച് കുടിച്ച്. ഓഹോ, അങ്ങനെയാ മോളെ. ഇത്തിരി വെളിച്ചെണ്ണ കുടിച്ചാൽ അതങ്ങനെ മാറും. മുത്തശ്ശിയുടെ ടിപ്പൊന്നും ഇനി എനിക്ക് വേണ്ട. കാന്താരി നല്ലതെന്ന് പറഞ്ഞോണ്ട് എല്ലാം 2 ഗ്ലാസ് അങ്ങ് കുടിച്ചോ. വെളിച്ചെണ്ണ എടുത്തുകൂടി മക്കളെ, വെളിച്ചെണ്ണ എടുത്തുകൂടി. ഇത്തിരി മിണ്ടാതിരിക്കോ?
എന്താ ശരി മാറിയോ? ഇനി ഇവിടെ കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. എന്നെ ഐസിയു കൊണ്ടുപോ. എല്ലാം കൂടെ ആരെങ്കിലും കൊണ്ടുപോ. എന്നാ വേഗം ആശുപത്രി പോവാം വാ. ചേച്ചി ഇതെവിടെ പോണു? സാരി മാറിയിട്ട് വരാം. സാരി നിന്നെ നീയായിരുന്നാ? അവളെവിടെ പോടാ? ചേച്ചി ഇവിടെ നില്ലേ ചേച്ചി? ഡാ വണ്ടി വിടാടാ സുമേഷേ. ടാക്സി വേണോ ആംബുലൻസ് വേണോ? ആംബുലൻസ് വിളി. ആ ആശുപത്രി പോ. വാ, ആശുപത്രി പോ. പോ നടക്ക് 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 വാ. തോളിലൊന്നും കഴിക്കണം. ഇവിടുന്ന് വിളി. നല്ല പൊളി ടിപ്പ്.